പ്രധാനമായിട്ട് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇവിടെ 45,140 വോട്ടുകളും, UDFന്റെ സ്ഥാനാർത്ഥി ശശി തരൂര് 38,013 വോട്ടുകളും, LDFന് 33,261 വോട്ടുകളും അവിടെ നേടിയെടുക്കുമെന്നുള്ള രീതിയിൽ. അപ്പോൾ കഴക്കൂട്ടത്ത് രാജീവ് ചന്ദ്രശേഖർ ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലും ഇതേ ഒരു അവസ്ഥയാണ്. NDA ഇവിടെ 49,571 വോട്ടുകളും, UDF ഇവിടെ 37,178 വോട്ടുകളും, LDF 34,700 വോട്ടുകളും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ 2000 സംതിങ് ആണ്. ഈ കഴക്കൂട്ടത്തും അതുപോലെ തന്നെയാണ്. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലും. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെ മുന്നിട്ട് നിൽക്കും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 43,940 വോട്ടുകളെങ്കിലും അവിടെ നേടിയെടുക്കാം. അതോടൊപ്പം UDF 41,635 വോട്ടുകളെങ്കിലും നേടിയെടുക്കാം എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളാണ്. LDF 27,000-ഓളം